വെൽക്കം ടു റിഷാസ് ഡ്രീംസ്. ഇന്ന് രാവിലെ കുറച്ച് കുക്കിംഗ് പരിപാടികൾ ആണ് കേട്ടോ. അപ്പം ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് 3/4 കപ്പ് ഉഴുന്ന് പരിപ്പ് ഒന്ന് നന്നായിട്ട് കഴുകിയിട്ട് വെള്ളത്തിൽ കുതിർത്ത് വെക്കുവാണ്. ഒരു 5 to 6 hours. വേറൊന്നുമല്ല, ഒരു മിനി ഉഴുന്നുവടയാണ് കേട്ടോ. അപ്പം അത് കുതിർക്കാൻ വെച്ചിട്ട് ഞാൻ കുറച്ച് ക്ലീനിങ് പരിപാടിയിലോട്ട് കടക്കുകയാണ്. ക്ലീനിങ് എന്ന് പറഞ്ഞാൽ എനിക്കിവിടെ തൂത്ത് തുടയ്ക്കാനൊക്കെ അനിത വരുന്നുണ്ട്. അപ്പോൾ പുള്ളിക്കാരിയാണ് തൂത്ത് തുടയ്ക്കൽ അങ്ങനത്തെ പരിപാടികൾ. അപ്പോൾ ഞാൻ കുറച്ചിങ്ങനെ വാക്യൂം ക്ലീനർ വെച്ചിട്ട് പൊടിയടിക്കൽ ആ പരിപാടിയൊക്കെ ഒന്ന് ചെയ്യുവാണ്. ഈ വാക്യൂം ക്ലീനർ കിട്ടിയപ്പോൾ എനിക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് പൊടി അടിക്കാൻ. പണ്ടെന്ന് പറഞ്ഞാൽ ഈ വാക്യൂം ക്ലീനർ വലിച്ചെടുത്തുകൊണ്ട് വന്ന് അത് എടുക്കാൻ തന്നെ എനിക്ക് ഭയങ്കര മടിയാണ്. ഞാൻ ചെയ്യാറേ ഇല്ലായിരുന്നു ഈ വാക്യൂം ക്ലീനർ വെച്ച് ക്ലീനിങ്. പക്ഷേ ഈ സംഭവം, ഈ ഹാൻഡ് ഹെൽഡ് വാക്യൂം ക്ലീനർ കിട്ടിയ പിന്നെ നല്ല ഈസിയാണ്. കാരണം അത് എടുത്തുകൊണ്ട് വരാനും തിരിച്ച് വെക്കാനും ഒന്നും വലിയ പ്രശ്നമല്ല. ഇത് അഗാരോയുടെ ഹാൻഡ് ഹെൽഡ് വാക്യൂം ക്ലീനർ ആണ് കേട്ടോ. അങ്ങനെ വലിയ വെയിറ്റ് ഒന്നുമില്ല. അപ്പം നമുക്ക് ഏത് സർഫസ്, മാട്രസ്, കുഷൻ, സോഫ, കർട്ടന്, അങ്ങനെ എല്ലായിടവും ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. അതാണ് എനിക്ക് ഇതിൻ്റെ അഡ്വാൻറ്റേജ് തോന്നിയത്. ഇത് സംഭവം ചെറുതാണെങ്കിലും ഇതിൻ്റെ ആ ഒരു കപ്പാസിറ്റിയൊക്കെ സാധാരണ മറ്റേ വാക്യൂം ക്ലീനർ പോലെ തന്നെ 800 watt മോട്ടറും 6.5 kPa സക്ഷൻ പവറും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം നല്ല പൊടിയൊക്കെ നന്നായിട്ട് വലിച്ചെടുക്കും. മറ്റേ നമ്മൾ പണ്ടൊക്കെ ഇങ്ങനെ ചെറുതിലെ ഒരു കുഞ്ഞ് വാക്യൂം ക്ലീനർ പണ്ട് ഉണ്ടായിരുന്നു. അതൊന്നും തീരെ ഒട്ടും ഗുണമില്ലായിരുന്നു. പക്ഷേ ഇത് അങ്ങനെയല്ല, നന്നായിട്ട് പൊടി വരുന്നുണ്ട്. നിങ്ങൾക്ക് ലാസ്റ്റ് ഞാൻ പൊടി തട്ടുന്ന കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ പല സർഫസ് ക്ലീൻ ചെയ്യാനായിട്ട് നമുക്കിപ്പോൾ സോഫയുടെ എഡ്ജസ് ഒക്കെ ആണെങ്കിൽ അതിൻ്റേതായ ഒരു നോസിലുണ്ട്. പിന്നെ അതാണ്ട് ഈ നോസിലൊക്കെ ഇങ്ങനത്തെ കോർണേഴ്സ് ഒക്കെ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കാം. പിന്നെ തുണി സർഫസ്, അങ്ങനത്തെ മാട്രസ് ഒക്കെ ആണെങ്കിൽ ബ്രഷ് ഉപയോഗിക്കാം. ഞാൻ ആദ്യം ദിവാൻ ക്ലീൻ ചെയ്യുന്ന കണ്ടില്ലേ, അതിന് ബ്രഷ് ഉപയോഗിക്കാം. അങ്ങനെ ഓരോന്നിനും ഓരോ സംഭവങ്ങൾ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഇങ്ങനത്തെ എത്താത്ത സ്ഥലത്തൊക്കെ ഞാൻ നോസിൽ പൈപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ പൈപ്പ് വെച്ചിട്ട് ഇങ്ങനത്തെ എത്താത്ത സ്ഥലങ്ങളൊക്കെ എടുക്കാം. ഇതിൻ്റെ പ്ലഗ് കോഡിന് 5 മീറ്റർ ലെങ്ത് ഉണ്ട്. അപ്പം പോയിന്റ് ഒക്കെ നിങ്ങളുടെ വീട്ടിൽ കുറച്ച് ദൂരത്താണെങ്കിൽ ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ ഈ ഡസ്റ്റ് എന്ന് പറയുന്ന ഒറ്റ ക്ലിക്കിൽ തന്നെ ആ ഡിസ്പോസിങ് ബാഗ് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഈസി ആയിട്ട് ഡസ്റ്റൊക്കെ കളയാനും ഈസിയാണ്. പിന്നെ ഇതിന് 1 year മാനുഫാക്ചറിങ് വാറണ്ടി ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഇതിൻ്റെ എളുപ്പം തോന്നിയത് ഈസി ആയിട്ടൊരു ചെറിയ സൈസ് അല്ല നമുക്ക് സ്റ്റോർ ചെയ്യാനും, വീട്ടിലധികം സ്ഥലമൊന്നും വേണ്ട. എനിക്കതാണ് എപ്പോഴും ഒരു അഡ്വാൻറ്റേജ്. എപ്പോഴും സ്റ്റോറേജ് ഈസിയാണ്. ക്ലീനിങ് കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത പരിപാടി വീണ്ടും കുക്കിങ്ങിലോട്ട് കടക്കുകയാണ്. അപ്പം ഇത് കണ്ടപ്പോൾ നിൻ്റെ ഒരു ഊഹം കിട്ടിക്കാണുമല്ലോ, കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഒരു പൈനാപ്പിൾ അപ്സൈഡ് ഡൗൺ കേക്കാണ്. അപ്പം പൈനാപ്പിൾ വട്ടത്തിൽ അരിഞ്ഞ പൈനാപ്പിളാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആ നടുക്കത്തെ ഭാഗം ഒന്ന് ചെത്തിക്കളയുകയാണ്. കട്ടിയായിട്ടുള്ള ഭാഗമല്ലേ പൈനാപ്പിളിൻ്റെ നടുക്കത്തെ, അത് മുറിച്ച് കളഞ്ഞിട്ട് ഈ പൈനാപ്പിളിനെ രണ്ടായിട്ട് മുറിച്ച് വെച്ചിട്ട് ആ നടുക്കത്തെ ഭാഗം, സാധാരണ പൈനാപ്പിൾ അപ്സൈഡ് ഡൗൺ കേക്കിന് വട്ടത്തിൽ മുറിച്ചെടുക്കാറുണ്ട് ഞാൻ. പക്ഷേ അതിനേക്കാളും ഇങ്ങനെ നടുക്കായിട്ട് രണ്ടായിട്ട് മുറിച്ച് വട്ടത്തിലെ ആ നടുക്കത്തെ സാധനവും കളയാണ്. പിന്നെ കേക്ക് ടിന്നിൽ ഒരു 3 ടേബിൾ സ്പൂൺ ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്ത് ഒഴിച്ച് അതൊന്ന് ചുറ്റിച്ചെടുക്കുകയാണ് സൈഡിലുമൊക്കെ. കാരണം ഇതിന് നമ്മൾ ലൈനിങ് ഗ്രീസിങ് പേപ്പർ ഇടുന്നില്ല, ബട്ടർ പേപ്പർ ഇടുന്നില്ല. അതിന് പകരം ബട്ടറാണ് ഇതേപോലെ മെൽറ്റ് ചെയ്ത് 3 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. അതിലോട്ട് ബ്രൗൺ ഷുഗർ 3 ടേബിൾ സ്പൂൺ. ബ്രൗൺ ഷുഗർ ഈ കളറിലിരിക്കുന്നത് ബ്രൗൺ ഷുഗർ ഞാൻ പൊടിച്ചെടുത്തു കേട്ടോ. അപ്പോൾ പൊടിച്ചെടുത്ത ബ്രൗൺ ഷുഗർ 3 ടേബിൾ സ്പൂണാണ്. ബ്രൗൺ ഷുഗറാണ് ഇതിന് വേണ്ടിയത്. അല്ലെങ്കിൽ നിങ്ങൾ പഞ്ചസാര പിന്നെ കാരമലൈസ് ചെയ്ത് ഒഴിക്കണം. അതിലും ഒന്നെങ്കിൽ അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ ബ്രൗൺ ഷുഗറാണ് പ്രിഫറബിൾ. ഈ റെസിപ്പിക്ക് ബ്രൗൺ ഷുഗറാണ്. കാരണം കാരമലൈസ് ചെയ്ത് പൈനാപ്പിൾ അപ്സൈഡ് ഡൗൺ കേക്കാണ്, നോർമൽ പൈനാപ്പിൾ അപ്സൈഡ് ഡൗൺ കേക്ക് അല്ല കേട്ടോ. പിന്നെ പൈനാപ്പിൾ നിരത്തി വെക്കുക. അത് താഴെ മാത്രമല്ല സൈഡിലും നിരത്തണം കേട്ടോ. അപ്പം സാധാരണ നിങ്ങൾ കണ്ടിട്ടുള്ള കേക്ക്സിൽ പൈനാപ്പിൾ താഴെ മാത്രമായിരിക്കും ഇരിക്കുന്നത്. ഞാൻ സൈഡിലും വെക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചെറിയ ചെറിയ പീസായിട്ട്. ഒന്നാമത് എൻ്റെ ടിൻ ചെറുതാണ്. എന്തിനാണ് ടിൻ ചെറുതെന്ന് എടുത്താൽ മനസ്സിലായോ? പൈനാപ്പിൾ ഇച്ചിരി പൊക്കത്തിൽ കിട്ടാനായിട്ട്, സാധാരണ ഇങ്ങനെ പരന്ന് വരാതെ കുറച്ച് പൊക്കത്തിൽ കിട്ടാനായിട്ടാണ് കേട്ടോ. ചെറിയ ടിന്നുണ്ടെങ്കിൽ കേക്ക് കുറച്ചുകൂടെ കാണാൻ രസമായിരിക്കും. അപ്പോൾ പൈനാപ്പിൾ നിരത്തി. പിന്നെ ശ്രദ്ധിക്കേണ്ട, ഞാൻ പൈനാപ്പിൾ ആദ്യം ടിഷ്യൂ പേപ്പറിൽ ഇട്ടിരുന്നു. കാരണം ഒട്ടും വാട്ടർ കണ്ടൻറ്റ് പാടില്ല പൈനാപ്പിളിൽ, അത് ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ കുറച്ച് ചെറി ഒക്കെ വെച്ച് അതൊന്ന് നടുക്ക് വെച്ചു. അത് ഓപ്ഷനാണ്, വേണമെങ്കിൽ വെച്ചാൽ മതി. ഇനിയും ഒരു സീവറിൽ കൂടെ 1 കപ്പ് ഫ്ലോറ് മൈദ ഇട്ടു. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ്. ഇത്രയാണ് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കേട്ടോ. അപ്പം ഇതെല്ലാം കൂടെ ഒരു 1-2 പ്രാവശ്യം ഒന്ന് സീവ് ചെയ്ത് വെക്കണം.
അപ്പം 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ്. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇത്രയാണ്. ഇത് നന്നായിട്ട് സീവ് ചെയ്ത് ഒന്ന് ഇളക്കി മാറ്റി വെക്കുക. 1-2 പ്രാവശ്യം സീവ് ചെയ്താൽ നല്ലതാണ് കേട്ടോ. ഇനി വെറ്റ് ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ആദ്യം 3 ടേബിൾ സ്പൂൺ ബട്ടർ, തണുക്കാത്ത റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ് കേട്ടോ. അത് അലിയിച്ച മെൽറ്റഡ് ബട്ടർ അല്ല, മെൽറ്റ് ചെയ്ത് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ, മെൽറ്റഡ് അല്ല കേട്ടോ, കട്ടിയുള്ള പക്ഷേ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ഒന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക. ഇനിയും അതിലോട്ട് 1 കപ്പ് പൊടിച്ച പഞ്ചസാര. അപ്പം ആ പൊടിച്ച പഞ്ചസാര ഇട്ട് ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പം ആദ്യം ഒന്ന് ഇളക്കിയിട്ട് ബീറ്റ് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ പഞ്ചസാരയുടെ പൊടിയെല്ലാം കൂടെ ഒന്ന് തെറിക്കും. എന്നിട്ട് ഇനി ഒഴിക്കുന്നത് 1/4 കപ്പ് ഓയിൽ, ഒന്നെങ്കിൽ സൺഫ്ലവർ ഓയിൽ, കോൺ ഓയിൽ, അല്ലെങ്കിൽ റൈസ് ബ്രാൻ ഓയിൽ. വെളിച്ചെണ്ണ ഒഴിക്കണം. 1/4 കപ്പ് എണ്ണയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. 3 ടേബിൾ സ്പൂൺ ബട്ടർ, 1 കപ്പ് പൊടിച്ച പഞ്ചസാര, 1/4 കപ്പ് ഓയിൽ, ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തു. ഇനിയും 3 മുട്ട വേണം, റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട. 3 കൂടെ ഒരുമിച്ച് ചേർക്കാം, ഓരോന്നായിട്ടൊന്നും ചേർത്ത് ബീറ്റ് ചെയ്യേണ്ട. 3 മുട്ടയും കൂടെ ചേർത്തിട്ട് അതിൻ്റെ കൂടെ 2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർക്കണം. മുട്ടയും റൂം ടെമ്പറേച്ചറിലായിരിക്കണം കേട്ടോ. ചെറിയ മുട്ട മതി. നിങ്ങൾക്ക് വലിയ മുട്ടയൊക്കെയാണ് വീട്ടിലുള്ളതെങ്കിൽ 2 മുട്ട ചേർത്താൽ മതി. കാരണം മുട്ട കൂടിപ്പോയാൽ ആ മുട്ടയുടെ ഒരു ചുവ വരും. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. ഇതിപ്പോൾ കുട്ടി മുട്ട ആയതുകൊണ്ടാണ് 3 ചേർത്ത്. പിന്നെ 2 ടീസ്പൂൺ, 1 2 ടീസ്പൂണാണ് കേട്ടോ വാനില എസൻസ്. എന്നിട്ട് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. അപ്പോൾ ബീറ്റർ ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് മിക്സി യൂസ് ചെയ്യുക. മിക്സിയിലൊട്ടും വെള്ളം പാടില്ല കേട്ടോ, അത് ശ്രദ്ധിക്കണം. നല്ല കഴുകി ഉണക്കിയെടുത്ത മിക്സി ആയിരിക്കണം. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഗ്രീക്ക് യോഗേർട്ടില്ലേ, അതാണ്. ഗ്രീക്ക് യോഗേർട്ട് എടുത്തേക്ക് 100 ഗ്രാം ഗ്രീക്ക് യോഗേർട്ട്. അത് നേരത്തെ എടുത്ത് പുറത്ത് വെക്കണം കേട്ടോ. നിങ്ങളിപ്പം ഉച്ചയ്ക്കൊക്കെ ഉണ്ടാക്കുന്നെങ്കിൽ രാവിലെ എടുത്ത് പുറത്ത് വെക്കുക, അങ്ങനെ ചെയ്യണം. തണുപ്പില്ലാത്ത ഗ്രീക്ക് യോഗേർട്ട് 100 ഗ്രാം. ഇതിപ്പം മിൽക്കി മിസ്റ്റിൻ്റെ ഗ്രീക്ക് യോഗേർട്ടാണ്. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. ഗ്രീക്ക് യോഗേർട്ടിന് പകരം എന്തെടുക്കാം എന്ന് ചോദിക്കരുത്, വേണമെങ്കിൽ തൈര് എടുക്കാം. ഒട്ടും പുളിയില്ലാത്ത തൈര് എടുക്കണം, അതാണെങ്കിൽ 100 ഗ്രാം എടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ ബീറ്റ് ചെയ്തിട്ട് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് പകുതി ഇടുക. എന്നിട്ട് ഇനി ബീറ്റർ ഉപയോഗിക്കേണ്ട, വിസ്ക് വെച്ചിട്ട് ഒരു ഡയറക്ഷനിൽ തിരിച്ചിളക്കരുത്, ഒരേ ഡയറക്ഷനിൽ. കാരണം നമ്മളിങ്ങനെ ഫോം ആക്കി വെച്ചേക്കുകയല്ലേ, ഒരുപാട് ഇളക്കാനും പാടില്ല. കാരണം പിന്നെ ഇളക്കിയാൽ അതിനകത്ത് ഗ്ലൂട്ടൺ ഫോം ആവും, കേക്കിൻ്റെ ടെക്സ്ചർ മാറും. അതുകൊണ്ട് പതുക്കെ ഒന്ന് സോഫ്റ്റായിട്ട് ഇളക്കുക. പിന്നെ ബാക്കിയും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കുക. ഈ കേക്ക് ബാറ്റർ അധികം കട്ടിയില്ല കേട്ടോ, കുറച്ച് വാട്ടറി കേക്ക് ബാറ്ററാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ കൺസിസ്റ്റൻസി കാണുമ്പം ഭയങ്കര കട്ടിയല്ല, അത്രയും ലൂസും അല്ല, എന്നാലും ഏകദേശം കുറച്ച് വാട്ടറി ആയിട്ടുള്ളൊരു കേക്ക് ബാറ്ററാണ് കേട്ടോ. ഇത്രേ ഉള്ളൂ. ബാറ്റർ റെഡിയായി. ഒഴിക്കുമ്പം കൺസിസ്റ്റൻസി മനസ്സിലാവുന്നുണ്ടാവുമല്ലോ, ഇതാണ് കൺസിസ്റ്റൻസി. ഇനിയും ഓവൻ ഞാൻ 180 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. നിങ്ങൾ സ്റ്റൗ ടോപ്പിലാണ് ചെയ്യുന്നെങ്കിലും നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കുക. എന്നിട്ട് ഈ കേക്ക് ബാറ്റർ കേക്ക് ടിന്നിലോട്ട് ഒഴിക്കുക. എന്നിട്ട് ഒരു 170 ഡിഗ്രി സെൽഷ്യസിലാണ് ബേക്ക് ചെയ്യുന്നത് കേട്ടോ. പ്രീ ഹീറ്റ് ചെയ്ത് 180ലാണ്. 170 ഡിഗ്രി സെൽഷ്യസിൽ ആദ്യം ഒരു 20-25 മിനിറ്റ് ബേക്ക് ചെയ്യുക. എന്നിട്ട് ഒരു 25 മിനിറ്റ് കഴിയുമ്പോൾ ടൈമർ വെച്ചിട്ട് 25 മിനിറ്റ് കഴിയുമ്പം ഒരു ഫോയിൽ ജസ്റ്റ് അതിൻ്റെ പുറത്തോട്ടൊന്ന് ഇട്ട് കൊടുക്കുക, ലൂസായിട്ട്. ഇങ്ങനെ ടൈറ്റായിട്ട് വെക്കരുത്. അത് ഓവൻ ഫുള്ളായിട്ട് തുറക്കുകയൊന്നും വേണ്ട, ജസ്റ്റ് അതിൻ്റെ മുകളിലോട്ടൊരു ഫോയിൽ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. മുകൾ വശം കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി മാത്രം. മുകൾ വശം കേക്കിൻ്റെ അടിവശമാണ് ശരിക്കും വരിക. ഈ കേക്കിൻ്റെ അടിവശമായിരിക്കും കേട്ടോ, സാധാരണ കേക്ക് പോലെ അല്ലല്ലോ ഇത്, അപ്സൈഡ് ഡൗൺ കേക്ക് അല്ലേ. ഫോയിൽ ഇട്ട് കൊടുക്കുക. വീണ്ടും ഒരു 30 മിനിറ്റും കൂടെ ബേക്ക് ചെയ്യുക. അങ്ങനെ മൊത്തം 25 + 30, അത്രയും. അത് ഓരോ ഓവൻ അനുസരിച്ച് എടുക്കുക കേട്ടോ. അപ്പം വീണ്ടും ഒരു 30 മിനിറ്റും കൂടെ ബേക്ക് ചെയ്യുക. എന്നിട്ട് പുറത്തെടുത്ത് തണുക്കാൻ വെക്കുക. സ്റ്റൗവിലാണെങ്കിൽ ഇതേ പ്രോസസ്സ് തന്നെ ചെയ്യുക കേട്ടോ. 20-25 മിനിറ്റ് കഴിഞ്ഞ് ഒരു ഫോയിൽ ലൂസായിട്ട് വെക്കുക കേട്ടോ. എന്നിട്ട് വീണ്ടും ഒരു ഓവനിൽ തന്നെ, സ്റ്റൗവിലാണെങ്കിൽ ആദ്യം ഹൈയിൽ വെക്കുക, പിന്നെ ലോയിൽ വെച്ചിട്ടാണ് സ്റ്റൗവിൽ ചെയ്യേണ്ടത്. മൊത്തം ഒരു 25 + 30 അത്ര എടുക്കും ടൈം. കുറച്ചധികം സമയം വേണം കേട്ടോ. ഇത് പൊക്കത്തുള്ള ടിന്നായുണ്ട്. നിങ്ങൾ പരന്ന ടിന്നാണ് എടുക്കുന്നതെങ്കിൽ സമയം ഡിഫറെൻ്റ് ആവും കേട്ടോ. ഇനിയും അതവിടെ ഇരിക്കട്ടെ ബേക്ക് ആവാൻ. ഞാനിനി അടുത്ത് കുറച്ച് ഇഞ്ചി, ചെറിയ ഉള്ളി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടെ അരിയുവാണ്. എന്തിനാന്ന് മനസ്സിലായല്ലോ, ഞാൻ പറഞ്ഞില്ലേ മിനി ഉഴുന്നുവട ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇഞ്ചിക്ക് അങ്ങനെ ഫിക്സഡ് ക്വാണ്ടിറ്റി ഒന്നുമില്ല. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 7-8 ചെറിയ ഉള്ളി, 2 പച്ചമുളക്, പിന്നെ കറിവേപ്പില ഒരു തണ്ട്, ഇതെല്ലാം കൂടെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് ഒരു പാത്രത്തിലാക്കി മാറ്റി വെച്ചു. ഇനിയും കുതിർക്കാൻ വെച്ചിരുന്ന ഉഴുന്നില്ലേ, അതൊന്ന് മിക്സിയുടെ ചെറിയ ഡ്രൈ ഗ്രൈൻഡറിലിട്ട് കുറച്ച്, ഇതാകുമ്പം ഇങ്ങനത്തെ മിനി ഉഴുന്നൂടെ ആകുമ്പം കുറച്ച് വാട്ടർ കണ്ടൻറ്റ് കൂടിയാലും കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് ആ ഉള്ള
വെള്ളം ഫുള്ളെടുത്തില്ല, എന്നാൽ ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ച് ഈ മാവിൻ്റെ കൺസിസ്റ്റൻസി ആണ് ഇങ്ങനെയാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ 2 ബാച്ചായിട്ടാണ് അരച്ചെടുത്തത്. ഇതിൽ വേറെ എക്സ്ട്രാ അരിപ്പൊടിയും ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം ഇച്ചിരി വെള്ളമൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല. നമ്മൾ കയ്യിലിട്ട് ഇടുമൊന്നും അല്ലല്ലോ വറക്കാനായിട്ട്, സ്പൂണിൽ തന്നെ കോരിയും ഒഴിക്കുകയാണ്. ഞാൻ എപ്പോഴും ഇതാണ് ഉണ്ടാക്കുന്നത്. മുരളിയുടെ ഉഴുന്നോടെ ഭയങ്കര ഇഷ്ടമാണ്, ഇങ്ങനെ ഉണ്ടാക്കാനാണ് പറയാറ്. മറ്റേതിനേക്കാളും ഇത് ഉണ്ടാക്കുന്നത് വലിയ ഇഷ്ടം. എന്നിട്ട് ഇത് നന്നായിട്ട് നമ്മളിങ്ങനെ ഫ്ലഫി ആവുന്നത് പോലെ, ഇപ്പോൾ ഉപ്പൊന്നും ചേർക്കുന്നില്ല, നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്ന് 4 to 5 hours ഒന്ന് വെക്കുക. ഇതിപ്പോൾ ഉച്ചയ്ക്കാണ് ഞാൻ അരച്ച് വെച്ച്, ഇനി വൈകുന്നേരം വരെ ആ മാവ് അങ്ങനെ വെക്കുക. അപ്പോഴത്തേക്കും കേക്ക് ടൈം കഴിഞ്ഞപ്പോൾ തണുത്തിട്ട് ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞ് കേക്ക് ടിന്നിൽ നിന്ന് പുറത്തെടുത്തു. കാണാൻ തന്നെ നല്ല സൂപ്പറായിട്ടില്ലേ, എന്ത് രസമായാലും. എനിക്കത് കേക്ക് കണ്ടിട്ടിങ്ങനെ അങ്ങനെ കണ്ട് ആസ്വദിക്കാൻ തോന്നി. അത്ര ആ ഹൈറ്റിൽ വന്നതുകൊണ്ട് വീഡിയോയിലെ ഹൈറ്റ് മനസ്സിലാവുന്നില്ല, എന്നാലും ഭയങ്കര രസമായിരുന്നു കേട്ടോ കേക്ക് കാണാൻ തന്നെ. ഇങ്ങനെ കട്ട് ചെയ്യാൻ തോന്നത്തില്ല എന്ന് പറയില്ലേ, അത്രയും നല്ല കേക്കായിരുന്നു. പിന്നെ കാരമലൈസ്ഡ് അപ്സൈഡ് ഡൗൺ പൈനാപ്പിൾ കേക്ക് ആയതുകൊണ്ട് കഴിക്കുമ്പോഴും നമുക്ക് ഈ വേറെ ടോപ്പിങ്ങും അല്ലെങ്കിൽ ഫ്രോസ്റ്റിംഗ് ഒന്നും വേണ്ട എന്ന് പറയത്തില്ല, അതേപോലത്തെ നല്ല ടേസ്റ്റുള്ളൊരു കേക്കാണ്. നല്ല മോയിസ്റ്റ് ആയിട്ടുള്ളൊരു കേക്ക്, ഒട്ടും ഡ്രൈ അല്ല. കാരമലൊക്കെ ഇരുന്നിട്ട് നല്ലൊരു മോയ്സ്ചർ കണ്ടൻ്റ് ഉള്ള അങ്ങനത്തെ ഒരു മോയിസ്റ്റ് കേക്കാണ് കേട്ടോ ഇത്. ഡ്രൈ ആയിട്ടുള്ള കേക്കേ അല്ല, പൈനാപ്പിളും ആ ഒരു കാരമലും സിറപ്പും എല്ലാം കൂടി ഇരുന്നിട്ട് നല്ല കേക്ക്, സൂപ്പർ കേക്കാണ്. അപ്പം വൈകുന്നേരം ചായക്ക് ഉണ്ടാക്കി വെച്ചാൽ ഒരു 2-3 ദിവസം കുശാൽ കേക്ക് റെഡി. പിള്ളേർക്കൊക്കെ ഡെഫിനറ്റായിട്ടും ഇഷ്ടപ്പെടും. ഇനിയും അത് അവിടെ കേക്ക് റെഡി, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയണം കേട്ടോ, ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന്. ഡെഫിനറ്റായിട്ട് തന്നെ അറിയിക്കണം ഉണ്ടാക്കി നോക്കിയിട്ട്. ഇനിയും മാവ് ഒരു 3-4 hours കഴിഞ്ഞു. വീണ്ടും നന്നായിട്ട് പടപടപടപ്പടയും നന്നായിട്ട് ഇളക്കണം കേട്ടോ. അത് എത്രത്തോളം ഇളക്കുന്നോ അത്രത്തോളം നമ്മുടെ ഉഴുന്നുവട നല്ല ക്രിസ്പിയും സോഫ്റ്റും. എന്നിട്ട് കൈവച്ച് തന്നെ ഞാൻ ഒരു പിഞ്ച് 1-2 പിഞ്ച് സോഡാപ്പൊടി എടുത്തിടുന്നുണ്ട് അതിനകത്തോട്ട്. എന്നിട്ട് വീണ്ടും പടപടപ്പടപ്പടേ ഞാനത് ഇളക്കുകയാണ്. ഇളക്കിയിട്ട് അത്രേ ഉള്ളൂ. ഉപ്പും കൂടെ ചേർത്തു എന്ന് തോന്നുന്നു. ഉപ്പ് ചേർക്കുന്നത് വീഡിയോയിൽ കാണുന്നില്ലേ. ഉപ്പ് ഏതായാലും ഇപ്പോഴാണ് ചേർക്കുന്നത്, ആദ്യം ഉപ്പ് ചേർക്കുന്നില്ല, ഇപ്പോഴാണ് ഉപ്പ് ചേർക്കുന്നത്. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരുന്നില്ലേ ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ആ സംഭവം കൂടെ ഇളക്കി നല്ല ഫ്ലഫി ആവണം കേട്ടോ. അത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ്. ഉഴുന്നുവടയ്ക്ക് വേറെ ഒന്നും വേണ്ട, ആ ഒരു ക്രിസ്പിനെസ് കിട്ടാനായിട്ട് ഈ ഇളക്കുന്നതിലാണ് കാര്യം. അത് മിസ് ചെയ്യാൻ പാടില്ലാത്ത ആ ഒരു സീക്രട്ട് സ്റ്റെപ്പ് എന്ന് പറയാം ഉഴുന്നുവടയുടെ. ഇനിയും ഇതും കൂടെ ചേർത്ത് ലാസ്റ്റ് ഉണ്ടാക്കുന്നതിന് തൊട്ട് മുമ്പാണ് ഈ സംഭവങ്ങളുള്ളത്. ഇത് നേരത്തെ ചേർത്ത് വെക്കുകയും ചെയ്യരുത്, അരിഞ്ഞ് സെപ്പറേറ്റ് മാറ്റി വെക്കാവും. നേരത്തെ ചേർത്ത് വെക്കരുത്, കാരണം ഉള്ളിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങും, അതുകൊണ്ടാണ് നേരത്തെ ചേർക്കരുതെന്ന് പറയുന്നത്. ഇനിയും എണ്ണ ചൂടാക്കാൻ വെച്ചിട്ട് ഇങ്ങനെ ഓരോ സ്പൂണിൽ നിന്ന് എടുത്ത്, ഇപ്പം ഞാൻ ആദ്യം ഇട്ട ബാച്ച് ഇച്ചിരി വലുതായി പോയി കേട്ടോ. അപ്പം കുറച്ചുകൂടെ ഒന്ന് ചെറുതായാൽ മതിയായിരുന്നു, കുറച്ചുകൂടി ചെറുതാക്കുക കേട്ടോ. ടീസ്പൂണിൽ എടുത്താൽ മതി, അത് ഞാൻ എപ്പോഴും ടീസ്പൂണിൽ എടുക്കുന്നത് ഓർക്കാതെ ഞാൻ ആദ്യം അങ്ങ് ടേബിൾ സ്പൂണിൽ എടുത്തു. അപ്പോൾ ഇത്രയും വലുതാവണ്ട കേട്ടോ. നമ്മൾ ഉണ്ടാക്കുമ്പോൾ ടീസ്പൂണിലെടുത്ത് ഇട്ടാൽ നല്ല മിനി ബോൾസ് കിട്ടും. തൈര് വടയൊക്കെ ഇത് വെച്ച് ഉണ്ടാക്കുമ്പോൾ ഭയങ്കര സൂപ്പറാണ് കേട്ടോ. ഞാൻ ഗസ്റ്റ് വരുമ്പോഴൊക്കെ ഇങ്ങനെ മിനി ഇത് വെച്ച് ഉണ്ടാക്കിയിട്ട് തൈര് വട ഉണ്ടാക്കും, ഭയങ്കര നല്ലതാണ് കേട്ടോ. അപ്പം ഡെഫിനറ്റായിട്ടും ഇങ്ങനെ ഉഴുന്നുവട ഉണ്ടാക്കി നോക്കുക. അപ്പം ഉണ്ടാക്കുമ്പം ഇതേപോലെ ടേബിൾ സ്പൂൺ വേണ്ട, ടീസ്പൂണിൽ തന്നെ ഇടുക. പെട്ടെന്ന് വേകുകയും ചെയ്യും, എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യും. കാരണം നമ്മൾ പുറത്തുനിന്ന് കിട്ടുന്ന ഉഴുന്നുവടയേ അല്ല, അത് അത്രയും ക്രിസ്പി ആയിരിക്കും. ഒരു പ്രാവശ്യം നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും ആ ഉഴുന്നുവടയുടെ ടേസ്റ്റ് ഡിഫറൻസ് തന്നെ. ആ ഒരു ക്രിസ്പിനെസ്സും ഒക്കെ തണുത്താലും ക്രിസ്പി ആയിട്ടിരിക്കും കേട്ടോ, അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പം ഇതും ട്രൈ ചെയ്ത് നോക്കി, എപ്പോഴെങ്കിലുമൊക്കെ ട്രൈ ചെയ്ത് നോക്കി പറയുക. എനിക്ക് സാധാരണ ഉഴുന്നുവട ഞാൻ പുറത്തുനിന്ന് കഴിക്കാത്ത ഒരാളാണ്, പക്ഷേ എൻ്റെ ഉഴുന്നുവട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ തന്നെ നോക്കി പറയല്ല, പക്ഷേ സീരിയസ് ആയിട്ടും എൻ്റെ ഉഴുന്നുവട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് പറയാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ ഉഴുന്നുവട റെഡി ആയിട്ട് ഞാൻ വിചാരിച്ചു അമ്മയ്ക്ക് കുറച്ച് ഉഴുന്നുവടയും കേക്കും കൊണ്ടു കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് മാറിയിട്ട് അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലോട്ട് ഞാൻ കേക്ക് ആദ്യം തന്നെ കേക്ക് തണുത്ത് കഴിഞ്ഞ് അപ്പം തന്നെ ഞാൻ ഫുള്ളായിട്ട് കട്ട് ചെയ്തെന്ന് വെക്കും കേട്ടോ. എന്നിട്ട് ഇത് ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കുന്നതാണ് നല്ലത്. കേക്ക് അത് ഞാൻ പറയാൻ വിട്ടുപോയി, കേക്ക് ഫ്രിഡ്ജിൽ വെക്കാം, അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് കുറച്ചുകൂടെ നന്നാവും കേട്ടോ. പിന്നെ കേക്കുമായിട്ട് ഞാൻ അപ്പുറത്തോട്ട് പോയി, അമ്മയുടെ അടുത്തോട്ട് പോയി. അമ്മയുടെ ചായ കുടി കഴിഞ്ഞാണ്. ഞാനിതെല്ലാം കൂടെ ഉണ്ടാക്കി വന്നപ്പോഴത്തേക്ക് മണി 5:30 കേട്ടോ. കാരണം ഉരുളിയേട്ടൻ ഇത് വൈകിട്ട് രാത്രിയിലത്തേക്ക് മതിയെന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ കുറച്ച് വൈകി ഉണ്ടാക്കാനായിട്ട്. അങ്ങനെ അവിടോട്ട് ചെന്നപ്പോഴത്തേക്ക് അമ്മ ഡോറ് ഒക്കെ ഇങ്ങനെ ഇട്ട് അവിടെ ഇരിക്കുവാണ്. ഞാൻ അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്ക് അമ്മ അകത്തെങ്ങാണ്ടായിരുന്നു. അമ്മ എവിടെ പോകാനായിട്ട്, താഴെ എവിടെ പോകാനായിട്ട് ഇറങ്ങുമായിരുന്നു. പിന്നെ വേഗം കൊടുത്ത് അമ്മ അതാ റെഡിയായി നിൽക്കുന്നത്. ടേസ്റ്റ് ചെയ്ത് കൊള്ളാമെന്നൊക്കെ പറഞ്ഞു. അമ്മ അവിടെ ബാക്ക്ഗ്രൗണ്ടിൽ പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് എനിക്ക് പാട്ടുള്ളതുകൊണ്ട് അമ്മയുടെ വോയിസ് കട്ട് ചെയ്ത് കേൾപ്പിക്കുന്നത്. പക്ഷേ ഇഷ്ടപ്പെട്ടു, വട കൊള്ളാമെന്ന് പറഞ്ഞു.
അപ്പം ഇതാണ് അമ്മ അന്ന് ഡിന്നറിന് ഇത് തന്നെയാണ് കഴിച്ചതെന്ന് പറഞ്ഞു. ഞങ്ങളുടെയും ഡിന്നർ അന്ന് വടയായിരുന്നു. അമ്മയും വന്ന് തിരിച്ച് വന്നിട്ട് ഡിന്നറായിട്ട് വടയാണ് കഴിച്ചതെന്ന് പറഞ്ഞു. കേക്കും ഇഷ്ടപ്പെട്ടു. അമ്മയ്ക്ക് ഷുഗറുണ്ട്, എന്നാലും കേക്ക് ഇഷ്ടമാണ്. പിന്നെ ഈ കേക്കിന് ഭയങ്കര മധുരമില്ല കേട്ടോ. നല്ല മധുരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ മധുരം ആവാം. ഞാനും അമ്മയും മുരളിയേട്ടനും കൂടെ പാതിരാത്രിയിൽ കവര് കാണാൻ പോവാണ്. അമ്മയാണെങ്കിൽ മണം വരുന്നു, നാറ്റം വരുന്നു എന്നൊക്കെ പറഞ്ഞ് ചുറ്റിനും നോക്കി നോക്കി നടപ്പുണ്ട്. അമ്മ നോക്കുന്ന ചുറ്റിനും വെള്ളം നോക്കിയതാണോ? വെള്ളത്തിൽ നിന്ന് സ്മെല്ല് വരുന്നത്. ഓക്കെ, ഞാൻ ഈ സമയം വെള്ളത്തിൽ വീഴുമോ നോക്കിയതാണ്. നീലേ അതോ ഗ്രീനോ? ആണോ? നല്ല തിളങ്ങി കാണുമല്ലോ. ഞാൻ കുമ്പളങ്ങി നൈറ്റ്സ് ഒക്കെ കണ്ട് ഭയങ്കര പ്രതീക്ഷയിൽ ഈ കവര് കാണാൻ പോയതാണ്. കഴിഞ്ഞ വർഷം എനിക്ക് പോകാൻ പറ്റിയില്ല. അപ്പം ഇപ്രാവശ്യം ഭയങ്കര പ്രതീക്ഷയിൽ പോയതാണ്. പക്ഷേ വളരെ ലൈറ്റായിട്ടേ കാണാൻ പറ്റുകയുള്ളൂ. അത് ഒത്തിരി നേരത്തെ പോയോണ്ടാണോ എന്നറിയത്തില്ല. ഒത്തിരി കഴിയുമ്പോഴത്തേക്കും ഭയങ്കര തിരക്ക് വരുമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോഴേ പോയത്. പക്ഷേ വളരെ ലൈറ്റായിട്ട് കണ്ടത്. ശരിക്കും എനിക്ക് അവിടെ പോയപ്പം ഈ തീയും കണ്ടില്ല, ജ്യോതിയും കണ്ടില്ല എന്നുള്ളൊരു ഡയലോഗാണ് ഓർമ്മ വന്നത്. ഞാൻ പിറ്റേ ദിവസം വന്നിട്ട് എൻ്റെ ഫ്രണ്ട്സിന് അത് തന്നെ മെസ്സേജ് അയക്കുകയും ചെയ്തു. അങ്ങനെ തന്നെ ഒന്നും വളരെ ലൈറ്റായിട്ട് ഈ കാണുന്നൊരു പരുവത്തിലാണ് കണ്ടത്. ചില ദിവസം കൂടുതൽ കാണുമായിരിക്കും കേട്ടോ. ഞങ്ങൾ പോയ ദിവസത്തിൻ്റെ പ്രത്യേകതയായിരിക്കും. ഇത്രയൊക്കെ ആണ് കണ്ടത്. ചിലപ്പം ഈ മൊബൈലിൽ എഡിറ്റ് ചെയ്ത് അത് കുറച്ചുകൂടെ ഭംഗിയാക്കായിരിക്കും. ഞാനങ്ങനെ എഡിറ്റ് ചെയ്ത് ഞാൻ യൂഷ്വലി ഇങ്ങനെ തന്നെയാണ്. അങ്ങനെ ഭയങ്കര എഡിറ്റിംഗ് ടെക്നിക്സ് ഒന്നും എനിക്ക് അറിയത്തില്ല ചെയ്യാനായിട്ട്. അപ്പോൾ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും ആൾക്കാർ വീഡിയോസ് ഇടുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. ചിലപ്പോൾ റിയലായിട്ട് ഇതിലും കൂടുതൽ ചില സമയത്ത് കാണുമായിരിക്കും കേട്ടോ. നിലാവിന്റെ വെട്ടം ഇതൊക്കെ ഒന്നും പാടില്ല. അപ്പോൾ ശരി, നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.